എപ്പോ എഴുന്നേറ്റ് രാവിലെ വരും ഇവിടെ ഈ സമയമാകുമ്പോ? എപ്പോ വരും? 6 മണിക്ക് വരും അല്ലേ? എവിടെ വീട്? വലിയതുറ വരും. ഇവിടെ വന്നിട്ടാണോ മീൻ എടുക്കുന്നത്? കടപ്പുറത്തൊന്നും എടുക്കുന്ന ഇല്ലാത്തോണ്ട് ഇവിടെ കടപ്പുറത്തൊന്നും എടുക്കാത്തോണ്ട് ഇവിടെ നിന്ന് എടുത്തു. ഇത് എങ്ങോട്ടാ പോകുന്നേ? തിരുമല കഴിഞ്ഞു പോകും. തിരുമല കഴിഞ്ഞു പോകും. ഈ ഓട്ടോയിലാണോ തിരുമല വരെ പോകുന്നത്? ഈ ഓട്ടോ തന്നെയാണോ അമ്മ ഉപയോഗിക്കുന്നത്? ഇത് കമ്പ് കാലില് ആണോ? എന്ത് പറ്റി? പോളിയോ. അയ്യോ, അപ്പം ഈ കമ്പ് ഉപയോഗിച്ച് നടക്കാൻ പറ്റും അല്ലേ? ഓട്ടോ എത്ര കാലമായിട്ട് ഓടിക്കുന്നു? 27 വർഷം. 27 വർഷമായിട്ടുണ്ട്. ഇവിടെ തന്നെയാണോ? ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 12-13 വർഷം. 12-13. ഇപ്പൊ എത്ര കാലമായി അമ്മയുടെ കൂടെ? എന്റെ അമ്മ തന്നെയാണ്. സോറി കേട്ടോ, ഞാൻ ആക്ച്വലി അമ്മ മോനുമാണ് അല്ലേ? അപ്പൊ അമ്മ അവിടെ കൊണ്ട് തിരുമല കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ തിരുമല കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. അമ്മ എപ്പോ മീൻ വിറ്റ് കഴിയും? മീൻ തീരുമ്പോ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആവും. ഉച്ചവരെ മൊത്തം അവിടെ ആൾക്കാരില്ല. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കും? വീട്ടിൽ വന്നിട്ട് തന്നെ കഴിക്കും. രാവിലെ 6 മണിക്കൂർ കാലി ചായയിലാണോ നിൽക്കുന്നത്? അല്ല, ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ 2 അപ്പം കഴിച്ചിട്ട് പോകും. ഈ 2 അപ്പം എവിടെ നിന്ന് കഴിക്കും? മണക്കാട്. ഇനിയിപ്പോ കഴിച്ചിട്ട് പോവോ? പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് പോകും. അതാണ്, കണ്ടോ, നോക്കൂ, നമ്മളൊക്കെ ജീവിതത്തിലെ പച്ചയായ മനുഷ്യന്റെ ജീവിതം വ്യത്യസ്ത മനുഷ്യനുണ്ടോ? അമ്മയും മോനുമാണ്. അദ്ദേഹത്തിന് ചെറിയൊരു പോളിയോ വന്നിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. 8ാമത്തെ വയസ്സിൽ 2 വയസ്സിൽ വന്നതാണ്. അതിനുശേഷം ഇപ്പോ സ്വന്തമായിട്ട് ഓട്ടോ ഓടിക്കുന്നു. അമ്മ മീൻ എടുത്തോണ്ട് പോകുന്നു. മോൻ അമ്മയും കൊണ്ട് തിരുമല വരെ പോണം അല്ലേ? കുറച്ച് നല്ല ദൂരമുണ്ട് അല്ലേ? അങ്ങോട്ട് 15-16 കിലോമീറ്റർ അങ്ങോട്ട് ഓടിക്കും. അമ്മ രാവിലെ ഒരു കാലി ചായലും ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ 2 അപ്പവും കഴിച്ചിട്ടാ പോകുന്നത്. വൈകുന്നേരം 3 മണി വരെ ഈ വെയിലത്ത് എവിടെ ഇരിക്കുന്നത്? അവിടെ അടയിൽ റോഡ് സൈഡിലാണോ? റോഡ് സൈഡിൽ. അപ്പൊ വെയിലല്ലേ, ചൂടല്ലേ? കൊടയുണ്ട് അല്ലേ? ഇപ്പൊ അത്യാവശ്യം ലാഭം കിട്ടുമോ എന്തെങ്കിലുമൊക്കെ? മീനൊക്കെ വല്ല കച്ചവടം നടന്നാ വല്ലതും കിട്ടും. ഇപ്പൊ ഇന്ന് കിട്ടൂല, മീനില്ലല്ലേ. കടപ്പുറത്ത് മീൻ കുറവ് അല്ലേ? എങ്ങനെയുണ്ട്? സർക്കാർ മാറണോ? എന്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് വരികയല്ലേ? നല്ലൊരു ഭരണാധികാരി വരണം. നല്ലൊരു ഭരണാധികാരി വരണം എന്നാണ് ആഗ്രഹം അല്ലേ? നമുക്ക് ഗുണമുള്ള ഒരു ഭരണാധികാരി വരണം. ഓക്കെ, അതാണ്. അപ്പൊ ശരി, എന്നാ വിട്ടോ, ഞങ്ങൾ കാരണം വൈകണ്ട. ഓക്കെ, അപ്പോ ചേട്ടൻ നമ്മൾ കണ്ടു. അപ്പൊ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പോരാട്ടമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ രാവിലെ സുഖമായിട്ടൊക്കെ എഴുതിയിട്ട് വെറുതെ വന്ന് കംഫർട്ടബിൾ ആയിട്ടൊക്കെ ജീവിക്കുന്നത്. ജീവിതം അത്ര കംഫർട്ടബിൾ അല്ല നമ്മുടെ ഭൂരിപക്ഷം മനുഷ്യർക്ക്. നമ്മുടെ ചുറ്റിലും 95% അസംഘടിതരായ തൊഴിലാളികളുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എന്നാലോചിച്ചു, അമ്മയും മകനും കൂടി രാവിലെ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടം ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഇൻസ്പിറേഷൻ ഒരർത്ഥത്തിൽ. ചേട്ടാ സുഖല്ലേ? ഉഷാറല്ലേ? നമ്മുടെ 3 ചേച്ചിമാർ ഇവിടെ ഉണ്ടല്ലോ. ഏത് മീനായത് ചേച്ചി? ഏത് മീൻ? ചൂര, നെത്തോലി, കൊഞ്ച്. എത്ര ചൂരയുണ്ട്? ഒരു ചൂരയുണ്ട്. ഒരു ചൂര ഇപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മള്? 850. ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? 200 രൂപ കിട്ടുവാ ഈ ചൂര കൊണ്ടുപോയാ? എത്ര സമയം എടുക്കും ഇത് വിറ്റ് പോവാൻ? അത് വിൽക്കുന്നത് പോലെ 200 രൂപ ഒരു ചൂരക്ക് എത്ര കിട്ടൂ അല്ലേ? 650 രൂപയ്ക്ക് വാങ്ങിച്ച് ഈ വെയിലും കൊണ്ട് അല്ലേ? ഈ ഓട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഓട്ടോ കൂലിയും കൊടുക്കണം പിന്നെ അല്ലേ? മേരി എന്നാണ് പേര്. മേരി ചേച്ചി. ഈ ചേച്ചിയുടെ പേരെന്താ? മേരിക്കുട്ടി ചേച്ചി. ഇതും മേരി ചേച്ചി, ഇതും മേരി ചേച്ചി. ഡബിൾ മേരിയാ. ഇത് മേരി, ഇത് കുട്ടി. അത് മേരി, ഇത് മേരിക്കുട്ടി. ചേച്ചി ഇതെന്തിനാ ചേച്ചി? ഇത് മീനല്ലേ? ആയില്ലേ? എന്തോ ഇത് മീൻ കിട്ടിയില്ലേ? മീൻ എടുത്തില്ല. വില കൂടുതലാ? ആണോ? ഇപ്പൊ ഈ അയ്യോ ഷൂട്ട് പിടിക്കണേ മേരി ചേച്ചിക്ക്. പോട്ടെ, വന്നാട്ടെ. മേരി ചേച്ചി, എങ്ങനെയാ മൊത്തത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയൊക്കെ? നല്ല ചൂടാണല്ലേ? സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടാ? ഉണ്ട്. എന്തിനാ അങ്ങനെ വരാൻ കാര്യം? എന്തിന്? 10 വർഷം അവരിരുന്നല്ലാതെ മതിയല്ല. മതി, പുതിയൊരാൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിലുള്ള ഒരു പ്രതികരണമാണ് അല്ലേ? അപ്പൊ രാവിലെ മീൻ എടുത്തില്ലേ ചേച്ചി? ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇന്ന് കച്ചവടം ഇല്ല. ഇന്ന് മീൻ വില കൂടിയതുകൊണ്ട്. വില കൂടിയാണെങ്കിൽ എടുക്കൂലല്ലേ? വീടുകളിലല്ലേ കൊണ്ടുപോകണത്, അപ്പൊ അവർക്കൊക്കെ ശരിയാവൂല. അതുകൊണ്ടാണ്. അയ്യോ, അങ്ങനെ മിക്കവാറും ദിവസം അങ്ങനെ പോവാറുണ്ടോ? എന്ന് പറഞ്ഞാൽ മാർക്കറ്റില് ഇവരെടുക്കുന്ന മീൻ ഇപ്പൊ ഉദാഹരണത്തിന് ചാളക്ക് എത്ര രൂപയാണ് ചോദിക്കണേ ഇവര്? തൂക്കി കൊടുക്കണം. ഇപ്പൊ എത്ര രൂപ ചോദിക്കണേ ഇവര്? തൂക്കത്തിന് അത് നിർത്തിയാലേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ അതാണ്, തൂക്കി നിർത്തണം അല്ലേ? തൂക്കി നിർത്തിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയണം. പിന്നെ എങ്ങനെ അവര് അത് ശരി. അപ്പൊ പിന്നെ അവർക്ക് കണക്കറിയണ്ട്. തൂക്കിയാ ഒന്നും കിട്ടില്ല. അതിലും പറ്റിക്കൂ. ആ പണി ചെയ്യുന്നത് ശരിയല്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാ, പാവപ്പെട്ട മനുഷ്യൻ ഇത്രയും വെയിലും കൊണ്ട്. അപ്പൊ ശരി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി. ശരി മേരിക്കുട്ടി ചേച്ചിയും മേരി ചേച്ചിയും.